നിരവധി ആരാധകരുള്ള താരമാണ് കൊല്ലം സുധി. അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികളെ ഏറെ ഞെട്ടിപ്പിക്കുകയും അതുപോലെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. സുധിയുടെ മരണശേഷമായിരുന്നു രേണു സുധി എന്ന സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത്. സുധിയുടെ മരണശേഷം രേണു സുധിയുടെ വാർത്തകൾ കൊണ്ട് ജീവിച്ചവരാണ് യൂട്യൂബേഴ്സ്. രേണു സുധി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒതുങ്ങിയിരുന്ന, അല്ലെങ്കിൽ സുധിയുടെ ബാക്കിലേക്ക് ഒതുങ്ങിയിരുന്ന രേണു സുധി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ മുൻപിലോട്ട് വന്നു. എന്നാൽ അത് പിടിക്കാത്ത നിരവധി പേർ ഉണ്ടായിരുന്നു. തനിക്കും കുടുംബമുണ്ട്, ആ കുടുംബത്തെ താൻ ജോലിക്ക് പോയാൽ മാത്രമേ നോക്കാൻ കഴിയൂ എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴായിരുന്നു രേണു സുധി ക്യാമറയുടെ മുൻപിലേക്ക് വരുന്നത്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയ നിറയെ രേണു സുധി എന്ന ചർച്ചാ വിഷയമായിരുന്നു. അത് ആഘോഷമാക്കാൻ നിരവധി പേരും. രേണു സുധി കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഉയരുന്നത്. പ്രേക്ഷകരെല്ലാം രേണുവിനെതിരെ തുറന്നടിക്കുകയാണ്. സത്യാവസ്ഥ എന്തെന്ന് പോലും അറിയാതെ തൻ്റെ പഴയകാല ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ തപ്പിയാണ് ഇന്ന് പ്രേക്ഷകരും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും എല്ലാം നടക്കുന്നത്. ഒരാൾ വളരുന്നത് കാണുമ്പോൾ തോന്നുന്ന അസൂയയുടെ പേരിലാണോ എന്നറിയില്ല. ഇന്ന് രേണു സുധിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംഭവിച്ചതെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു വീടിനെ ചൊല്ലി, സുധിലയം എന്ന വീടിനെ ചൊല്ലി നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു സംസാരം വലിയൊരു ചർച്ചാ വിഷയമായപ്പോൾ സംസാരിക്കാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. രേണു സുധിക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. കൊല്ലം സുധിക്ക് ലഭിച്ച ട്രോഫി രേണു കട്ടിലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞുവെന്നായിരുന്നു അവസാനം നേരിട്ടൊരു ആരോപണം. പിന്നെ വീടിന്റെ പണിയുമായി ബന്ധപ്പെട്ട് വീടിന്റെ ചർച്ചകളുമൊക്കെ ആയിട്ട് അതും ഒരു പ്രശ്നമായിട്ട്. രേണുവിന്റെ മകൻ കിച്ചു വീട്ടിൽ നിന്നും പങ്കുവെച്ച വീഡിയോയിലാണ് അവാർഡുകൾ ചാക്കിൽ കെട്ടി കട്ടിലിനടിയിൽ വെച്ചതായിട്ട് കാണുന്നത്. രേണു മകൻ ഋതപ്പനെ കഴുത്തിന് പൊള്ളിച്ചുവെന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കേസെടുത്തുന്ന ആരോപണവും ഇതിനിടയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇതിനെല്ലാം മറുപടി നൽകുകയാണ് രേണു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു എന്താണ് സംഭവിച്ചത്, അത് മാധ്യമങ്ങളെല്ലാം അങ്ങനെയാണല്ലോ, എന്താണ് സംഭവിച്ചതെന്ന് അറിയാണ്ട് അതിന് പിന്നാലെ പായുക എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ രേണു വ്യക്തം. അപ്പോൾ രേണു എന്ത് പറഞ്ഞാലും അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറല്ല. എങ്കിലും രേണു അത് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. അപ്പോൾ കിച്ചു ഇവിടേക്ക് വരുമ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വീട്ടിലില്ലെന്ന് അവനോട് പറഞ്ഞു. ഇതാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഞാൻ അറിയാതെ കിച്ചു കള്ളനെ പോലെ വന്ന് എന്നൊക്കെയാണ് വ്യാഖ്യാനിച്ചത്. എൻ്റെ അനുവാദമില്ലാതെ എന്തിന് കിച്ചു വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് ചിലരുടെ ആക്ഷേപം. അവൻ വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ച് എന്നോട് പറയണമെന്ന് തോന്നുന്നില്ല. കിച്ചുവിന്റെ വ്ലോഗ് മുഴുവൻ കണ്ടിരുന്നില്ല. മറ്റൊന്നുമല്ല, തിരക്കായതിനാലാണ്. സുഹൃത്തുക്കളും കുടുംബക്കാരുമാണ് വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചർച്ചയാകുന്നുണ്ടെന്ന്. ഞാൻ അവാർഡ് എടുത്ത് എറിഞ്ഞു, തള്ളിക്കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അത് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്, മകൻ കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചതാണ് എന്നാണ് രേണു പറയുന്നത്. ഈ പുരസ്കാരങ്ങളും വെക്കാൻ വേറെ സ്ഥലങ്ങളില്ലാന്ന് നേരത്തെയും ഇതേ കാര്യങ്ങൾ രേണു സുധി പറഞ്ഞിട്ടുണ്ട്. സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമില്ല, നമ്മൾ ഒരു ട്രോഫിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റൂമിൽ വെക്കുമ്പോൾ അതിൻ്റെതായ സ്ഥലം സ്പേസും ഒക്കെ വേണം. പക്ഷെ അതില്ല എന്നാണ് രേണു പറയുന്നത്. മാത്രമല്ല ഋതപ്പൻ കുഞ്ഞാണ്, അവൻ ഓരോന്നും എടുത്ത് കളിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം. ഒരു ദിവസം വന്നപ്പോൾ സുധിച്ചേട്ടനെ ഫോട്ടോയിൽ പൊട്ട് തൊട്ട് കണ്ണൊക്കെ എഴുതിയിരിക്കുന്ന ഋതപ്പനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സുന്ദരനാക്കിയതാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവൻ എടുക്കുമെന്ന് കരുതി പെർഫ്യൂം പോലും പുറത്ത് വെക്കാറില്ല. നമ്മുടെ വീട്ടിൽ എന്ത് എവിടെ വെക്കണമെന്നൊക്കെ നമ്മളല്ലേ തീരുമാനിക്കുന്നത്, അത് മറ്റുള്ളവരല്ല തീരുമാനിക്കുന്നത്. പറഞ്ഞത് സത്യമല്ലേ, നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് ഒരു വീട്ടിലിപ്പോൾ എത്ര വീട്ടിൽ വ്ളോഗ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് എവിടെ വെച്ച് നടക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞ് അതൊരു ചർച്ചാ വിഷയമാക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ ഒരു കുഞ്ഞു കാര്യം പോലും രേണുവിനെ സംബന്ധിച്ച് വരുന്ന ഒരു കുഞ്ഞു കാര്യം പോലും അത് ചർച്ചയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കും. അപ്പം സുധിച്ചേട്ടൻ്റെ ട്രോഫികൾ വെക്കാൻ മാത്രം ഒരു ഷെൽഫ് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പൈസ വന്നാൽ വാങ്ങുമെന്ന് രേണു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വാടകയ്ക്ക് പോകുന്നത് ഞാൻ ആലോചിക്കുന്നുണ്ട്. തെണ്ടിയാണെങ്കിലും ആ വാടക ഞാൻ കൊടുത്തിരിക്കും. കാരണം പരമാവധി കേൾക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഋതപ്പന് ഒറ്റയ്ക്ക് ഇവിടെ വീട്ടിൽ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത് പറ്റുമോ എന്നാണ് പ്രേക്ഷകർ എടുത്ത് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഋതപ്പൻ 5 വയസ്സുകാരൻ ഒരു കൊച്ചിനെ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഒറ്റയ്ക്ക് നിർത്തുന്നത്? കിച്ചു എനിക്കെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയില്ല. ഈ വീട്ടിൽ എനിക്ക് ഒറ്റയ്ക്ക് മകനുമായി ജീവിക്കാനാകില്ല, എനിക്ക് ജോലിക്ക് പോകണം. അതുകൊണ്ടാണ് സഹോദരിയും ഭർത്താവും തൊട്ടടുത്ത് താമസിക്കുന്നതെന്നാണ് പറയുന്നത്. വീട്ടുകാരല്ലേ, എൻ്റെ അപ്പനും അമ്മയും കുഞ്ഞിനെ നോക്കും. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെ, നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഓരോ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അവരുടെ വീട്ടിൽ കുട്ടിയുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലുമൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും.
അപ്പോൾ പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ് രേണു എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ അച്ഛനും അമ്മയും തന്നെയല്ലേ കൂടെ നിൽക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ എന്ത് തെറ്റാണ് അവിടെ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പിന്നെ രേണു പറയുന്നത് ഞാൻ പോയാലോ ഇവിടെ അരി വേവുള്ളൂ എന്നാണ്. അതെ, ജോലിക്ക് രേണു പോയാലേ അവിടെ അരി വേവുള്ളൂ, അല്ലാണ്ട് ഈ വിമർശിക്കുന്നവരാരും പോയി അരി കൊടുക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾ പലരും പറയുന്നത് കേട്ടത് അവർക്ക് മറ്റേ തൊഴിലുറപ്പിന് പോയിക്കൂടെ അങ്ങനെ ഇങ്ങനെയാണ്. അപ്പോൾ ജോലിയാണോ പ്രശ്നം? ഏത് ജോലിക്ക് പോകുന്നു എന്നുള്ളതാണോ പ്രശ്നം? ഇപ്പോൾ രേണു ഇപ്പോൾ അഭിനയിക്കാൻ പോകുന്നു, അതാണോ നിങ്ങളുടെ പ്രശ്നം? എനിക്ക് തോന്നുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ കാണുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ രേണു നേരത്തെയും ശ്രുതിക്കൊപ്പം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ അതിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരട്ടെ, അവർ ജോലി ചെയ്യട്ടെ, പണം സമ്പാദിക്കട്ടെ, മക്കൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കട്ടെ. അതിന് എന്താണ് ഇത്രയും വലിയ ക്രിമികടി എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും രേണു പറയുന്നത് എൻ്റെ അപ്പനെയും അമ്മയെയും കാട്ടിൽ കളയാൻ പറ്റുമോ എന്നാണ് രേണു ചോദിക്കുന്നത്. നിസ്സഹായ അവസ്ഥ. ഞങ്ങൾ തനിച്ചായത് കൊണ്ടാണ് സഹോദരിയും കുടുംബവും ഇങ്ങോട്ടേക്ക് വാടക വീട്ടിലേക്ക് മാറിയത് എന്നും രേണു വ്യക്തമാക്കുന്നുണ്ട്. മകൻ ഋതപ്പന് കഴുത്തിൽ തീപ്പൊള്ളിച്ചു. ഇതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി രേണുവിനെതിരെ കേസെടുത്തു എന്ന ആരോപണത്തിന് രേണു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ കുഞ്ഞുങ്ങളാണ് കിച്ചുവും ഋതുവിന് മുന്നേ കിച്ചു ആയിരുന്നു എൻ്റെ മകൻ. അവനെ കമ്പ് കൊണ്ട് പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല, പിന്നെ ഈ ഋതുവിനെ ഞാൻ വേദനിപ്പിക്കുമോ? സുധിച്ചേട്ടൻ്റെ ചരമവാർഷികത്തിൻ്റെ അന്ന് കുഞ്ഞിൻ്റെ കഴുത്തിന് ഒരു പാട് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ചെള്ളോ എന്തോ പോലെ കടിച്ചതായിരിക്കാം. എന്താണ് കടിച്ചതെന്നൊന്നും കുഞ്ഞിനും അറിയില്ല. അപ്പുറത്തെ തിരുമേനിയെ കാണിച്ചിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ ഒരു ചെള്ളുണ്ട്, അത് കടിച്ചതാവും എന്ന്. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് രേണു വ്യക്തമാക്കി. അമ്മ തന്നെ തല്ലാറില്ലെന്നും ഉറക്കത്തിലൊരു ജീവി കടിച്ചതാണെന്നും കുഞ്ഞും അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൊല്ലം സുധിയുടെ മരണത്തിന് പിന്നാലെ രേണു സുധിക്കും മക്കൾക്കും നിർമ്മിച്ചു കൊടുത്ത് സുധിലയം എന്ന വീടാണ് ഇപ്പോൾ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. വീടിന് ചോർച്ചയുണ്ടെന്നും ഫാൻ പൊട്ടി വീണെന്നും ഒക്കെയുള്ള രേണുവിന്റെയും പിതാവിന്റെയും വെളിപ്പെടുത്തലുകളും വലിയ രീതിയിലാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. എന്തായാലും കൊല്ലം സുധിയുടെ കുടുംബത്തെ ഏറ്റെടുത്ത ഫ്ലവേഴ്സ് ടിവിയുടെ ഇടപെടലിൽ KSTSC ഫിറോസാണ് വീട് നിർമ്മിച്ച് നൽകിയത്. വീട് നിർമ്മിക്കാൻ സഹായിച്ച എല്ലാവർക്കും രേണു അന്ന് നന്ദിയും പറഞ്ഞിരുന്നു. എന്നാൽ വീട് നിർമ്മിച്ചു 1 വർഷമായപ്പോഴേക്കും വീടിന്റെ ചോർച്ചയുണ്ടായെന്നായിരുന്നു രേണുവിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇതിനെതിരെ വീട് നിർമ്മിച്ച് നൽകിയ ഫിറോസ് രംഗത്ത് വന്നതോടെ കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു. വീടിന് ചോർച്ചയില്ലെന്നും മഴച്ചാറ്റിൽ അടിക്കുന്നതാണെന്നുമാണ് ഫിറോസ് വ്യക്തമാക്കിയത്. ഇനി ആർക്കും സഹായം ചെയ്യില്ലെന്നാണ് ഫിറോസിന്റെ ആ ഒരു തുറന്നടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നാലെ ഒരു അഭിമുഖത്തിൽ ഫിറോസിനെതിരെ രൂക്ഷ വിമർശനവുമായി രേണുവും പിതാവും വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ രേണുവിനെതിരെയുള്ള വിമർശനങ്ങളും രൂക്ഷമാവാൻ തുടങ്ങുകയായിരുന്നു. രേണുവിന്റെ വീട് ലഭിക്കാൻ അർഹതയില്ലെന്നും അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയെന്നും ഉൾപ്പെടെ അധിക്ഷേപങ്ങൾ കമന്റുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിറോസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: സുധിലയം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നലെ മുതൽ ആ സൈറ്റ് നോക്കിയിരുന്ന സൂപ്പർവൈസർ സുധീർ, എഞ്ചിനീയർ മനോജ് എന്നിവരും അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുമുണ്ട്. ഒന്ന്, ശക്തമായ കാറ്റിൽ ഓട് ചെറുതായി നീങ്ങിയതായി ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഏത് കാറ്റ് വന്നാലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടിയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത്, ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്ത ലൂവേഴ്സിൽ വെക്കാൻ ഗ്ലാസ് റെഡിയാക്കുന്നുണ്ട്. മൂന്നാമത്, മുകളിൽ വെള്ളം ഇലകളും മറ്റും കെട്ടി നിന്ന് ഷെഡിൽ നിന്നും വെള്ളം തെറിച്ച ആ ഒരു സംഭവം, അത് മുകളിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്റിക് ശരിയാക്കാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നാലാമത്തത്, വാഷ് ബേസിൽ വീണു എന്ന് പറഞ്ഞത് അവിടെ പോയപ്പോൾ വാഷ് ബേസിൻ പൊട്ടിയതോയോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അഞ്ചാമത്, അപ്രൂവൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് നികുതി അടച്ചു കഴിഞ്ഞ റെസീറ്റ്, കൈവകാശ സർട്ടിഫിക്കറ്റ്, വില്ലേജിൽ 1 ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ഇന്ന് അപ്രതീക്ഷിതമായ ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. അവർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുകയും കൂടാതെ തുടർന്നുള്ള മെയിൻ്റനൻസ് അവർ സ്വന്തമായി ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂവും കൊടുക്കാൻ പാടില്ല എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സുധിക്ക് ആ വീട്ടിൽ ഇപ്പോൾ ഉള്ള സ്ഥാനം ആ രംഗം കണ്ടാൽ അറിയാം. രേണു ആ പേരിനെ ഇങ്ങനെ നിന്ദിക്കരുത്. കൂടാതെ ഫ്ലവേഴ്സ് ടീം ബിഷപ്പുമായും സംസാരിച്ചതായാണ് അറിഞ്ഞത്. എന്നെ സംബന്ധിച്ച് ഇന്നലെ മുതൽ എന്നെ വിളിച്ച് ഇന്റർവ്യൂ ആവശ്യപ്പെട്ടവരോട് ഒരു ഇന്റർവ്യൂ തന്ന് അതിന്റെ അടിയിൽ വിധവയായ ഒരു സ്ത്രീയെ സൈബർ ബുള്ളിങ്ങിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല എന്നും ആണ് അറിയിച്ചത്. കൂടെ നിന്നവർക്ക്, ഈ ഒരു അവസരത്തിൽ മാനസികമായി സപ്പോർട്ട് ചെയ്ത, ഫോൺ ചെയ്തവർക്ക്, മെസ്സേജ് ഇട്ടവർക്ക്, ഉപദേശങ്ങൾ തന്നവർക്കെല്ലാം ഞാൻ നന്ദി അറിയിക്കുന്നു. നിലവിൽ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞാൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. അവർ ഞങ്ങളുമായി ഇടപെട്ട രീതിയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചതെന്നാണ് ഫിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഫിറോസിന്റെ പോസ്റ്റിനടിയിലും വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ പോസ്റ്റിലൂടെ വീടിന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് രേണു പറഞ്ഞത് സമ്മതിക്കുകയല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. ഇന്റീരിയർ പ്രൊഡക്റ്റായ ജിപ്സം ആരെങ്കിലും എക്സ്റ്റീരിയറിൽ ചെയ്യുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ടിവി ഇടപെട്ടത് നന്നായി എന്നും പലരും അഭിപ്രായം പങ്കുവയ്ക്കുന്നുണ്ട്.